പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവനിലത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന 16-ാം സങ്കീർത്തനം 8-ാം വാക്യം, സാം 16:8. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ആമേൻ. ഒരു ഭക്തൻ പറയുന്ന കാര്യങ്ങളാണിത്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഒരു പക്ഷെങ്കിലേ നീ കുലുങ്ങിപ്പോകുന്നതിന് കാര്യം, തകർന്നു പോകുന്നതിൻ്റെ കാരണം നമ്മൾ ആമേൻ നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷകനെ നമ്മുടെ മുമ്പിൽ വെക്കാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാത്തവരായിരിക്കാം. ആമേൻ. അല്ലാത്തവരായിരിക്കാം. നമ്മൾ സ്തുതിക്കുന്നവർ അല്ലാത്തവരാകാം. അല്ലെങ്കിൽ ദൈവവചനം ധ്യാനിക്കാത്തവരാകാം. ഇന്ന് രാവിലെ സമയത്ത് എവിടെയാണ് പാളിച്ചയെന്ന് കണ്ട് ആ വഴിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, എല്ലാ കാര്യത്തിനും യഹോവയെ മുമ്പിൽ വയ്ക്കുവാൻ ഒരുങ്ങിയാൽ അവൻ നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും കുലുങ്ങിപ്പോവാൻ, വീണുപോവാൻ, തകർന്നു പോവാൻ, നശിച്ചു പോവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആ യേശുവിൻ്റെ കരങ്ങളിൽ നമ്മളെ നമുക്ക് സമർപ്പിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.